എന്റെ ഹെൽമെറ്റ് ഒന്ന് എടുത്തോട്ടെ. പെട്ടെന്ന് മൂട്ട വലിയ കാര്യം നടന്നോണ്ടിരിക്കുമ്പോ ഇതാരാ ഹെൽമെറ്റ്? എന്റെ ഹെൽമെറ്റാ. ഇതെങ്ങനെ ഇവിടെ വന്ന്? അല്ല, ഞാൻ വണ്ടി ഓടിച്ചു വന്നപ്പോ തട്ടി വീണതാ ഇവിടെ. ഇത് എന്റെ വണ്ടിയാ സാർ. നിങ്ങളുടെ വണ്ടി എങ്ങനെ ഇവിടെ വന്നു? അല്ല സാർ, ഞാനും എന്റെ ഭർത്താവും കൂടി കല്യാണത്തിന് പോകുമായിരുന്നു. പോയിട്ട് തിരിച്ചു വന്നപ്പോ ഇവർ രണ്ടുപേരും കൂടി ഞങ്ങളെ വണ്ടിക്ക് കുറുകെ ചാടി. അപ്പൊ പെട്ടെന്ന് വീണപ്പോ ഞാൻ തെറിച്ച് ഓടയിൽ വീണു. അപ്പൊ എന്റെ ബോധം പോയി. ഇപ്പഴെന്റെ ബോധം വന്നേ. അങ്ങനെ ഞാൻ വണ്ടി എടുക്കാൻ വന്നതാ. അയ്യോ, എന്റെ കൂടെ എന്റെ ഭർത്താവ് ഉണ്ടായിരുന്നല്ലോ. അയ്യോ, ഇതല്ല. ദേ നിൽക്കുന്ന എന്റെ ഭർത്താവ്. ഇത് രണ്ടും ഭാര്യ ഭർത്താവാക്കി ഞാനിവിടെ കേസിൽ തുളിയാൻ പറ്റുകൊണ്ട് ഞാൻ ഓഫീസിൽ വിളിച്ച് പറഞ്ഞേക്കോ. അതിനെങ്ങാനും തൊട്ടാ എന്റെ വിധം ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട സാർ. അനാവശ്യം പറയരുത്. എനിക്ക് എന്റെ ഭർത്താവിനെ കൊണ്ടുപോയേ പറ്റുള്ളൂ. ചേച്ചി ഒന്ന് വിട്ടേ. എന്റെ ഭർത്താവാ. കുറച്ചെടുത്തോ, കുറച്ച് വെച്ചാ മതി. അച്ചാറ് ഇത് എന്നതാക്കിയാണോ തലയ്ക്ക് പ്രാന്ത് പിടിക്കും അറിയോ? ഇതിൽ നിന്ന് സാർ എന്ത് മനസ്സിലായി? എന്താ മനസ്സിലാക്കാൻ? സാറ് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇതാണ് യഥാർത്ഥ ഭാര്യ ഭർത്താവ്. അപ്പൊ പിന്നെ മറ്റേ അതോ? അത് യഥാർത്ഥ ഭാര്യ ഭർത്താവ്. എടോ, ഇത് താൻ അതും ഇത് പറഞ്ഞു. ഇനി ഞാൻ തിരുത്തി പറയണ്ടേ? ഒരു മിനിറ്റ്. ഹലോ ഹലോ, ഓവർ കൺട്രോൾ റൂം അല്ലേ? സാറേ, ചെറിയൊരു മാറ്റമുണ്ട്. ഇനിയും മാറ്റോ? അത് ചെറിയൊരു മാറ്റമേ ഉള്ളൂ. ഇത്രയും നേരം പറഞ്ഞോ? ഇത്രയും നേരം പറഞ്ഞത് ചെറിയ മാറ്റം. ഇനി പറയാനുള്ളതാണ് ശരിക്കുള്ള മാറ്റം. ചെറിയ മാറ്റം ആക്കണ്ട, ഒരു വലിയ മാറ്റം തന്നെ വന്നേക്കാം. എന്നാ സാറേ? നിന്നെ കേരളത്തിന്റെ ഒരു ഓളം കേറാ മൂലയിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നു. അതും പണിഷ്മെന്റ് ട്രാൻസ്ഫർ. എന്നാ കാര്യത്തിന്? കൺട്രോൾ റൂമിൽ വിളിച്ച് കളിയാക്കിയത്. ഈ മുടിഞ്ഞ ആക്സിഡന്റ് കാരണം ബാക്കിയുള്ളവന്റെ ജോലിയും കൂടെ തെറിച്ചല്ലോ. അയ്യോ.